ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗീതയിലെ 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 48-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സഹജം കർമ്മ കൗന്ദേയ സദോഷമവിനാ ത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരാവൃത. അല്ലയോ അർജുന, സ്വാഭാവിക ഗുണത്തിന് അനുരൂപമായ കർമ്മത്തെ ദോഷമുള്ളതാണെങ്കിൽ പോലും ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ സർവകർമ്മങ്ങളും പുകയാൽ അഗ്നി എന്ന പോലെ ദോഷത്താൽ ആവരണം ചെയ്യപ്പെട്ടുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും ദോഷഭൂഷിതങ്ങളാണ് എന്ന ആശയം ശ്രദ്ധിക്കേണ്ടതത്രേ. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി കർത്തൃത്വാഭിമാനത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പുതിയ വാസനകളെ ജനിപ്പിക്കും. വാസനാ ജനകങ്ങളായ കർമ്മങ്ങളെല്ലാം ദോഷഭൂഷിതങ്ങളാണ്. കർത്തൃത്വ അഭിമാനവും ഫലത്തിലുള്ള ആസക്തിയും ഉപേക്ഷിച്ച് കർത്തവ്യകർമ്മം അനുഷ്ഠിച്ചാൽ പുതിയ വാസനകൾ ഉണ്ടാകാതിരിക്കാനും പഴയ വാസനകൾ, സഹജവാസനകൾ ക്ഷയിക്കാനും അത് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷം നാ ത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേൻ അഗ്നിരാവൃത. അപ്പൊ എല്ലാ കർമ്മങ്ങളും അവിദ്യാദി ദോഷങ്ങളും ഉണ്ടെന്നർത്ഥം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരന്റെ അനുഗ്രഹമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ പോലും അതിനോടൊപ്പം ദോഷമുണ്ടാകും. അപ്പൊ കർമ്മങ്ങളിൽ ദോഷം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് എന്താ? നമുക്ക് കർമ്മവാസന ഉണ്ടാക്കും. അതിനോട് കൂടുതൽ മമതാബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാത്വികമോ രാജസമോ താമസവുമായ കർമ്മങ്ങൾ ചെയ്താലും എല്ലാ കർമ്മങ്ങളിലും ഗുണത്തോടൊപ്പം തന്നെ ദോഷവും ഉണ്ടാകും. കാരണം സൃഷ്ടിയിൽ തന്നെ അവിദ്യാദി ദോഷങ്ങളാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒന്നും മുക്തമല്ല, ആരും മുക്തമല്ല. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ പോലും ഉപേക്ഷിക്കണം. കർമ്മബന്ധനമുണ്ടാക്കി കർമ്മവാസന ഉണ്ടാക്കുന്നതാണ് എല്ലാ കർമ്മങ്ങളും. അപ്പം ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വെച്ച്, അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ച് ലിമിറ്റിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ അതും കർമ്മബന്ധനമായിട്ട് മാറും. അപ്പം ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ പറഞ്ഞതിന്റെ രഹസ്യവും അത് തന്നെയാണ്. എല്ലാ കർമ്മങ്ങളും ദോഷഭൂഷിതങ്ങളാണ്. അതുകൊണ്ട് സ്വാഭാവികമായ ഗുണത്തിന് അനുരൂപമായ കർമ്മത്തെ ദോഷമുള്ളതാണെങ്കിൽ കൂടി ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തെന്നാൽ സർവകർമ്മങ്ങളും പുകയാൽ അഗ്നി എന്ന പോലെ ദോഷത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ദോഷഭൂഷിതങ്ങളാണ് എന്ന ആശയം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി ഏതൊരു കർമ്മം, ഭക്തിഭാവത്തിൽ പോലും ഞാൻ ജപിക്കുന്നു, ഞാൻ യോഗ ചെയ്യുന്നു, ഞാൻ ഇതൊക്കെ പഠിക്കുന്നു, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഈ ഞാൻ എന്നുള്ള ആ ദുരഭിമാനം ഉണ്ടായാൽ ആ കർത്തൃത്വ അഭിമാനത്തോടു കൂടി ചെയ്യുന്നത് തന്നെ ഈ കർമ്മങ്ങൾക്ക് ശുദ്ധിയില്ലാതെ വരും. അപ്പൊ അതുകൊണ്ട് പുതിയ വാസനകളെ സൃഷ്ടിക്കുകയും ചെയ്യും. ഞാൻ എന്നുള്ള പ്രബലബലത്താൽ കർമ്മങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് ആ കർമ്മങ്ങളിൽ വാസനാബലം ഉണ്ടാകും. ആ വാസനാബലമാണ് നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കും. ആദ്യം പഠിച്ചില്ല, പഠിക്കാനുള്ള താല്പര്യമുണ്ടായി, അതിനോട് വാസന ഉണ്ടായി, ആരുടെയെങ്കിലും സഹായത്തിലോ ഇല്ലെങ്കിൽ സ്വയം പഠിച്ചിട്ടോ അതിനോട് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടായി, ദിവസവും ജപിക്കാന്ന് വെച്ചോ. ഒരു ദിവസം ജപിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ദോഷമാണ്. അപ്പം അവിടെ ശുദ്ധീകരണം, നിസ്സംഗഭാവത്തിൽ, നിഷ്കളഭാവത്തിൽ നമുക്ക് ഇതിനേക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതാണ് ഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ച് കർത്തവ്യകർമ്മം അനുഷ്ഠിച്ചാൽ പുതിയ വാസനകൾ സൃഷ്ടിക്കാതിരിക്കും. അപ്പൊ ഇതൊരു വാസനാബലമായിട്ട് മാറരുത്. ഭക്തിമാർഗത്തിൽ പോലും, ഭക്തിമാർഗത്തിലൂടെ ചരിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ പോകാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അതിലും അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാക്കരുത്, മമതാബന്ധം ഉണ്ടാക്കരുത്. മമതാബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ വാസനാബലത്തെ സൃഷ്ടിക്കും. അത് ഈ സാത്വിക കർമ്മങ്ങളിൽ പോലും ദോഷത്തിന് കാരണമായി ഭവിക്കും. അതിൽ അവിദ്യാദി ദോഷങ്ങളാണ് കർത്തൃത്വ അഭിമാനം ഉണ്ടാകുക, അതിൽ നിന്ന് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക, വാസനാബലം സൃഷ്ടിക്കുക. ഒരു ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുക,
ഒരു ദിവസം നമ്മളിപ്പോൾ ഈ ക്ലാസ്സുകൾ നടത്തുന്ന പോലെ ഒരു ക്ലാസ് കിട്ടിയില്ലെങ്കിൽ, ഒരു ക്ലാസ് കേട്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക, അതിനോട് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക. അതൊക്കെ വാസനാബലത്തെ സൃഷ്ടിക്കും. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ പോലും മറന്നിട്ട് നമ്മൾ ഇത്തരം കർമ്മങ്ങളിലേക്ക് പോവും. അതൊക്കെ അതിൻ്റെ ദോഷമാണെന്നർത്ഥം. അപ്പം എല്ലാ ഗുണത്തിലും ദോഷമുണ്ട്. അവിദ്യാദി ദോഷങ്ങളാണ് ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാ കർമ്മങ്ങളും ദോഷഭൂഷിതങ്ങളാണ്. ഗുണവും ദോഷവും എല്ലാ ആക്ഷനും ഉണ്ട്. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഗുണവും ഉണ്ട്, ദോഷവുമുണ്ട്. ഇതിന്റെ വകഭേദത്തെ നമ്മൾ തിരിച്ചറിയണം. അതിനാണ് വിവേചന ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഈ വിവേചന ബുദ്ധി, വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ്. അത് ഭക്തിയിലൂടെ നമുക്ക് ആർജിക്കണം. ആർജിച്ചാൽ അത് സ്റ്റേബിലിറ്റി വരുത്തണം. അതിനാണ് ബുദ്ധി ഉറപ്പിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്തവ്യകർമ്മം അനുഷ്ഠിച്ചാൽ പുതിയ വാസനകളെ ഉണ്ടാകാതിരിക്കാനും പഴയ വാസനകളെ ഇല്ലാതാക്കാനും ശ്രമിക്കണം. അതാണ് നിവർത്തി മാർഗം എന്ന് പറയുന്നത്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആരംഭശൂരത്വം കാണിച്ചുകൊണ്ട് എന്തെങ്കിലും തുടങ്ങും, അതിൽ വാസനാബലം ഉണ്ടാക്കി പിന്നെ അതിൽ അറ്റാച്ച്ഡ് ആയി അത് അറ്റാച്ച്മെന്റോട് കൂടി നമ്മൾ മരിക്കാനിട വന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അതനുസരിച്ചുള്ള ജന്മത്തിലേക്ക് പോകും. ഇതാണ് വാസനാബലം കൂട്ടിയാൽ അതിൻ്റെ കർമ്മത്തിലുള്ള ഒന്ന് നമ്മൾ ദോഷമുണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കർമ്മം ഉപേക്ഷിച്ചു. അത് നമ്മൾ ഉപേക്ഷിച്ചു, സ്വഭാവം കൊണ്ട് തന്നെ അതിനെ വിരക്തി ഉണ്ടാക്കി. എന്നിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു കർമ്മം ആരംഭിച്ചു, ആരംഭശൂരത്വം കൊണ്ട് തുടങ്ങി. അതിൽ ബന്ധനം ഉണ്ടാക്കിയാൽ അത് അതിൻ്റെ ദോഷമായിട്ട് മാറും. അതുകൊണ്ടാണ് വാസനാബലത്തെ ഉണ്ടാക്കരുത്. അതാണ് പുണ്യം. ഈ ഫലേച്ഛയും കർത്തൃത്വ അഭിമാനം ഉണ്ടായാലാണ് അതിൽ നിന്ന് നമുക്ക് ആസക്തി ഉണ്ടാകാനും അതേപോലെ തന്നെ കർമ്മവാസന ഉണ്ടാകാനും ഇടവരും. ഇത് രണ്ടും ദോഷത്തെ ചെയ്യും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം. വാസനാബലം ഇല്ല. അതാണ് നിഷ്കളഭാവത്തിൽ, അതായത് നിഷ്കളങ്ക ഭാവത്തിൽ, നിഷ്പക്ഷമായിട്ട് നിസ്സംഗഭാവത്തിൽ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. യോഗസ്ഥക്കുരു കർമാണി സംഘം തെക്വാ, ഒന്നിനോടും സംഘമുണ്ടാക്കരുത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞ ശ്ലോകം ഓർത്തിരിക്കുക. സർവത്രാൻ അഭിസ്നേഹ തത്വപ്രാപി ശുഭാശുഭം നാഭിനന്ദി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എത്ര തന്നെ അറ്റാച്ച്മെന്റ് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, ആത്മബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ നക്ഷത്രബന്ധം കൊണ്ടോ ഏത് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളായി മാറരുത്. ബന്ധനങ്ങളായാൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. അത് കാരണമായിക്കൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇതിനോടൊക്കെ കൂടുതൽ മമതാബന്ധം, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കരുത്. എന്നാൽ ഒന്നിനെയും വെറുക്കാൻ. അതാണ് നിഷ്പക്ഷമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭക്തിഭാവത്തിൽ പോലും നമുക്ക് ഈ നിഷ്കള ഭക്തി ഉണ്ടായിരിക്കണം. അവ്യക്ത അല്ലെങ്കിൽ വ്യക്തോപാസനയിൽ നിന്ന് അവ്യക്തോപാസനയിലേക്ക് പോകുമ്പോഴാണ് ഈ ഗുണാതീത ഭാവം നമ്മളിൽ ഉണ്ടാകുക. ഗുണാതീത ഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ നിസ്സംഗഭാവം കൈവരുകയുള്ളൂ. എന്ത് കണ്ടാലും കേട്ടാലും അതിലൊക്കെ നിന്നുകൊണ്ട് തന്നെ പ്രസന്നചിത്തനായിക്കൊണ്ട് അനായാസന ജീവിതം നയിക്കാൻ സാധിക്കണം. നമുക്കെല്ലാം നേരെയാക്കിയിട്ട് നമ്മൾ നേരെയാകുന്ന പ്രശ്നമില്ല. അപ്പൊ നമ്മൾ നേരെയാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കർമ്മവാസനകൾ, അതായത് മമതാബന്ധം ഒന്നിനോടും പാടില്ല എന്നർത്ഥം. അത് ഗ്രഹാതുരത്വത്തിലായിക്കോട്ടെ മറ്റ് കർമ്മങ്ങളിലായിക്കോട്ടെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒന്നിനോടും നിർബന്ധം വയ്ക്കരുത്. എവിടെയും നമുക്ക് ഫ്ലക്ച്വേഷൻ മൈൻഡഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കണം. എപ്പോഴും പ്രസന്നചിത്തനായിട്ടിരിക്കണം. നിസ്സംഗഭാവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. എന്നാൽ കർത്തവ്യ കർമ്മങ്ങൾ യഥാവിധി ഫലേച്ഛ ഇല്ലാതെ, ആസക്തി ഇല്ലാതെ, ഞാനെന്ന കേമത്വം കാണിക്കാതെ ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ പോലും ഉപയോഗിക്കുന്നത് അത്തരത്തിലായിരിക്കണം എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകത്തിലേക്ക് നമ്മളെ നയിക്കും എന്നർത്ഥം. അസക്ത ബുദ്ധിയും സർവത്ര ജിതാത്മാ വിഗതസ്പതക നൈഷ്കർമ്മസിദ്ധിയും പരമാം സന്യാസേനാദി ഗച്ഛതി. ഒന്നിലും ആസക്തി ഇല്ലാതെ, അതായത് ഒട്ടിച്ചേരലില്ലാത്ത ബുദ്ധിയോടുകൂടിയവനും ആത്മസംയമനം സാധിച്ചവനും ആഗ്രഹങ്ങൾ ഇല്ലാത്തവനുമായ മനുഷ്യൻ സന്യാസം കൊണ്ട് പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മസിദ്ധിയെ പ്രാപിക്കുക. അപ്പൊ സന്യാസം എപ്പോഴാ സ്വീകരിക്കേണ്ടത്? ആരാണ് സന്യാസി എന്നുകൂടി ത്യാഗത്തെപ്പറ്റി ഇതിനു മുമ്പ് വിശദീകരണം ഭഗവാൻ തന്നെ പറഞ്ഞു. ഭഗവാൻ തീരുമാനിച്ച തർക്ക വിഷയത്തെ പോലും പലരും പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ ഒന്ന് നമ്മുടെ അറിവിലേക്ക് പറഞ്ഞു തന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരേ വിഷയത്തിൽ പലരോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അറിവുള്ളവരും പല അഭിപ്രായങ്ങൾ പറയും. ഒരേ വിഷയത്തിൽ തന്നെ ഒരു ജ്യോത്സ്യനോട് ചോദിച്ചാലും വേണ്ടില്ല, ഒരു തന്ത്രിയോട് ചോദിച്ചാലും വേണ്ടില്ല, ഒരേ വിഷയത്തിൽ പലതരത്തിൽ അവരുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് പറയുക. ഭഗവാന്റെ നിശ്ചയം എന്താണ്? അത് ത്യാഗത്തെപ്പറ്റി ഭഗവാൻ ഇതുവരെ 3 വിധം ത്യാഗമുണ്ടെന്നൊക്കെ പറഞ്ഞു. സന്യാസം എന്താണെന്നും ഇവിടെ പറയുകയാണ് ഭഗവാൻ. ഒന്നിലും ആസക്തിയില്ലാത്ത, ഒട്ടിച്ചേരാത്ത ബുദ്ധിയോടുകൂടിയവനും ആത്മനിയന്ത്രണം, ദയ, ത്യാഗമനസ്ഥിതി
അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആ ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചവനും ആഗ്രഹങ്ങൾ ഇല്ലാത്തവനാണ്. ഒരു തരത്തിലുള്ള ഈശ്വരപ്രാപ്തി പോലും മോക്ഷം പോലും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ എന്നർത്ഥം. അവനാണ് യഥാർത്ഥത്തിൽ പക്വത വന്ന സന്യാസി എന്നർത്ഥം, അല്ലെ സന്യാസിയാകാൻ യോഗ്യത. ശങ്കരാചാര്യനെ പറഞ്ഞല്ലോ, ആ വൈരാഗ്യം, ഭൗതിക വിഷയങ്ങളിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനോടുള്ള ദേഷ്യം ഇല്ലെങ്കിൽ വിരോധം എന്നല്ല അർത്ഥം. നമുക്ക് കർമ്മബന്ധനങ്ങളെ ഉണ്ടാക്കുന്നതായ ഇല്ലെങ്കിൽ കർമ്മദോഷങ്ങൾ, അവിദ്യാദി ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ വിദ്യാദി ദോഷങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവനെയാണ് സന്യാസി എന്ന് പറയാം. അതാണ് പക്വത, അതാണ് യോഗ്യത. പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മ സിദ്ധിയെ പ്രാപിക്കുന്ന അർത്ഥം. അപ്പൊ നൈഷ്കർമ്മ സിദ്ധി എന്ന് പറഞ്ഞ പരമപദമായ മോക്ഷപ്രാപ്തി അല്ല, അതിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ്, അതായത് അന്ധകരണ ശുദ്ധി. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ പോലും, നൈഷ്കർമ്മ സിദ്ധി എന്ന് പറഞ്ഞാൽ പോലും അത് മോക്ഷപ്രാപ്തി അല്ല. സന്യാസം സ്വീകരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് മോക്ഷമൊന്നുമല്ല, അത് നൈഷ്കർമ്മ സിദ്ധിയുമല്ല. കാരണം എന്താ? അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാത്തിടത്തോളം കാലം അത് പാത്രത വന്നു, സന്യാസത്തിന് പാത്രത വന്നു എന്ന് പറയാൻ പറ്റില്ല. സന്യാസം അതിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്. അതിൽ കൂടി നമുക്ക് ഞാനെന്ന ഭാവമോ ഇല്ലെങ്കിൽ ആസക്തിയോ ഇല്ലെങ്കിൽ മറ്റ് വസ്തുക്കളിൽ സന്യാസത്തിലോ ഉള്ള അതിൽ ലഭിക്കുന്ന വസ്തുക്കളിലുള്ള ആസക്തിയോ ഉണ്ടായാൽ അവിടെ പരമോദപ്രാപ്തി ലഭിക്കില്ല എന്നർത്ഥം. അപ്പൊ ഫലത്തിൽ നമ്മൾ കൂടുമ്പോൾ ഇല്ലെങ്കിൽ ഈ പ്രത്യക്ഷത്തിലുള്ള ഗ്രഹാതുരത്വത്തെ ഒക്കെ വിട്ടിട്ട് വേഷം മാറി ഒരു ആശ്രമത്തിൽ പോയി ചേർന്ന സന്യാസമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല, അതിലും ദോഷങ്ങളുണ്ടെന്നർത്ഥം. അപ്പൊ അവിദ്യാദി ദോഷങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിഴൽ പോലെ ഉണ്ടാകും, അത് സന്യാസം സ്വീകരിച്ചാലും ഉണ്ടാകുന്നർത്ഥം. അതുകൊണ്ട് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാതിരുന്നാൽ സന്യാസം സ്വീകരിച്ചാലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കൊള്ളാൻ നിർബന്ധമില്ല എന്നർത്ഥം. അതുകൊണ്ട് നയിക്കുന്ന അവസ്ഥ മാത്രമാണ്, ഒരു മാർഗം മാത്രമാണ്. അതുകൊണ്ട് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്ന കർമ്മയോഗം കൊണ്ട് ഉണ്ടാകുന്ന സിദ്ധിയിൽ നിന്ന് വിലക്ഷണവും സദ്യോമുക്ത അവസ്ഥ രൂപമാകുന്ന ആണെന്നാണ് ശങ്കരഭാഷ്യം പറയുന്നത്. ഇപ്പൊ സന്യാസത്തിന്റെ പാത്രത എന്താണെന്നൊക്കെ ശങ്കരാചാര്യ ഭാഷ്യത്തില് അല്ലെ ശങ്കരാചാര്യന്റെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു പക്വത വരാതെ ആരും സന്യാസം സ്വീകരിച്ചാൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തില്ല എന്നാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് ഈ നൈഷ്കർമ്മ സിദ്ധിയാണ്, സർവകർമ്മ ഫലത്യാഗമാണ് സന്യാസത്തിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ ഞാനെന്ന ബോധമോ ഇല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലേച്ഛയോ ഉണ്ടാകരുത്. അതാണ് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത്. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രം നൈഷ്കർമ്മ സിദ്ധിയിലേക്ക് എത്തില്ല. നിസ്സംഗഭാവത്തിൽ കർമ്മം ചെയ്യാന്നുള്ളത്, നല്ലതോ ചീത്തയോ നമുക്ക് വന്നു ചേരുന്ന കർത്തവ്യ കർമ്മങ്ങളെ യഥാവിധി ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏതേത് ആശ്രമത്തിലാണോ ആ കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നത് ഈശ്വരപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കും, സ്വയമേവ നയിക്കപ്പെടും അർത്ഥം. അതുകൊണ്ട് സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോമി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ പര. അല്ലയോ അർജുന, നൈഷ്കർമ്മസിദ്ധിയെ പ്രാപിച്ചവൻ ജ്ഞാനത്തിന്റെ പരമ അവസ്ഥയെ, ബ്രഹ്മത്തെ എപ്രകാരം പ്രാപിക്കുന്നുവോ അപ്രകാരം ആ മാർഗം സംക്ഷിപ്തമായിട്ട് എന്നിൽ നിന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ പറയാം. അതായത് സന്യാസത്തിന്റെ മാനദണ്ഡമില്ലേ, സന്യാസം സ്വീകരിക്കേണ്ട പാത്രത എത്രമാത്രമാണ്, എത്രമാത്രം യോഗ്യതയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് ഭഗവാൻ അടുത്ത 3 ശ്ലോകത്തിലൂടെ വിശദീകരിക്കുന്നുണ്ടെന്നർത്ഥം. അതാണ് ശരിക്കും സന്യാസ യോഗത്തിലേക്ക് പോകുന്നവർ ഈ ഒരു പക്വത വന്നോ ഇല്ലയോ എന്ന് സ്വയം വിലയിരുത്തണം. അല്ലാതെ ആരെങ്കിലും പറയണ കേട്ടിട്ടോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ സന്യാസത്തിന് പോകാൻ പാടില്ല. ആരംഭശൂരത്വം കൊണ്ട് എനിക്ക് സന്യാസിക്കണം എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെട്ടിട്ട് സന്യാസിക്കുകയോ ഇല്ലെങ്കിൽ മറ്റൊരാളെങ്കിലും എന്താ സന്യാസിച്ചാല് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുക, അതിന്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞ് അതിന്റെ പോസിറ്റിവിറ്റി ഒക്കെ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു എടുത്തുചാട്ടത്തിന് പോയി സന്യാസം സ്വീകരിച്ചാൽ അതിൽ നിന്ന് നമ്മൾ വ്യതിചലി യഥാർത്ഥ നൈഷ്കർമ്മ സിദ്ധി നേടാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് എന്താണെന്നും അത് ബ്രഹ്മജ്ഞാനമാണെന്നും ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്താൻ തക്കവണ്ണം യോഗ്യത നേടണം. സന്യാസത്തിന് എല്ലാവർക്കും അർഹതയുണ്ട്, അർഹത ഒരിക്കലും യോഗ്യതയല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം ആ ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടണം. ബ്രഹ്മജ്ഞാനം നേടണം എന്നുണ്ടെങ്കിലോ നൈഷ്കർമ്മ സിദ്ധിയാണ് ബ്രഹ്മജ്ഞാനം. അതിന് അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഈ നൈഷ്കർമ്മ സിദ്ധിയിലേക്ക്, അതായത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തില്ല.
അവിടെ ഏതെങ്കിലും തരത്തിൽ ബന്ധനം ഉണ്ടാക്കാൻ കാരണവും കർമ്മവാസനകളെ സൃഷ്ടിക്കും. അതൊക്കെ അതിൻ്റെ ദോഷമായിട്ട് മാറും. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ നയിക്കുന്നത് കൊണ്ട് മാത്രം ഈശ്വരപ്രാപ്തി സാധ്യമാണ് എന്ന് വിചാരിക്കേണ്ട എന്നർത്ഥം. അതിൽ തന്നെ നമുക്ക് പക്വത വരണം. ആ പക്വത എന്താണെന്നാണ് ഇവിടെ ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ബുദ്ധ്യാ വിശുദ്ധയാ യുക്ത ധൃതാത്മാനം നിയമ്യജ ശബ്ദാദീൻ വിഷയാൻ തെക്വാ രാഗദ്വേഷ വിദുസ്സജ വിവിക്തവാസി ലഘുവാസി യഥവാ അകായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാസിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്ത ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 49-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സന്യാസത്തിന്റെ മാനദണ്ഡം എന്നാണെന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അസക്ത ബുദ്ധിയും സർവത്ര ജിതാത്മാ വിഗതസ്പദ നൈഷ്കർമ്മസിദ്ധിയും പരമാം സന്യാസേനാധിഗച്ഛതി. അപ്പൊ സന്യാസം സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണം? അതാണ് ഒന്നിലും ആസക്തി ഇല്ലാതിരിക്കുക. സന്യാസത്തിലും ആസക്തി ഉണ്ടാകാൻ പാടില്ല, അതിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കരുത്. ബുദ്ധി അത്തരത്തിൽ ഒട്ടിച്ചേരാത്ത ബുദ്ധിയോടുകൂടിയവനും ആത്മസംയമനം പാലിച്ചവനും, അത് ഇന്ദ്രിയ നിയന്ത്രണമാണ് ആത്മസംയമനം എന്ന് പറയുന്നത്, ആത്മനിയന്ത്രണം സാധിച്ചവനും ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവനും, മോക്ഷപ്രാപ്തി പോലും ആഗ്രഹമില്ലാത്ത മനുഷ്യൻ സന്യാസം കൊണ്ട് പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മ സിദ്ധിയെ പ്രാപിക്കാൻ യോഗ്യനാകുന്നു. ഇതാണ് സന്യാസത്തിന്റെ യഥാർത്ഥത്തിൽ മാനദണ്ഡം എന്ന് പറയുന്നത്. നൈഷ്കർമ്മ സിദ്ധിക്ക് യോഗ്യത നേടാതെ ഒരിക്കലും സന്യാസം സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇനി സന്യാസം സ്വീകരിച്ചാൽ തന്നെ ബ്രഹ്മത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സന്യാസം സ്വീകരിച്ചുകൊണ്ട് നൈഷ്കർമ്മ സിദ്ധി അല്ല പരമപദ പ്രാപ്തി എന്ന് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 49-ാമത്തെ ശ്ലോകത്തിൽ. അപ്പം ഈ നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്ന അവസ്ഥ നേടുന്നതാണ് ബ്രഹ്മപ്രാപ്തിയിലേക്കുള്ള യോഗ്യത. പക്ഷെ ആ യോഗ്യത നേടിയെടുക്കണമെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്ന ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃതാത്മാനം നിയമ്യത ശബ്ദാദീൻ വിഷയാൻ തെക്വാ രാഗദ്വേഷ വിദുസ്സജ വിവിക്തവാസി ലഘവാസി അഥവാ അകായ മാനസക ജ്ഞാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതാണ് നൈഷ്കർമ്മ സിദ്ധി നേടിയ ഒരു സന്യാസി അവിടെയും ശുദ്ധീകരണം നടത്തി ഒന്നോടെ പെർഫെക്ഷൻ വരുത്തിയിട്ട് വേണം ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്താൻ. അതിന് പറയുന്ന യോഗ്യതയാണ് 3 ശ്ലോകത്തിലൂടെ. അവസാനം വാസന മാലിന്യങ്ങൾ ലേശം പോലും ഇല്ലാത്ത ബുദ്ധിയോടുകൂടി സാത്വിക ധൈര്യത്താൽ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ വിഷയങ്ങളെ ത്യജിച്ച്, അതായത് നമ്മളെ ബന്ധനത്തിൽപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിനെ പോലും ത്യജിച്ച് വികാര വിചാരങ്ങൾ, രാഗദ്വേഷങ്ങളെ അകറ്റി നിർത്തി വികാര വിചാരങ്ങൾക്ക് അടിമയാകാതെ വിജനസ്ഥലത്തിരുന്ന് അല്പ ആഹാരനും വാക്ക്, ശരീരം, മനസ്സ് എന്നിവയെ അടക്കിയവനായിട്ട് എന്നും ധ്യാനയോഗനിഷ്ഠനായി വൈരാഗ്യത്തെ മുറുകെ പിടിച്ച് അഹങ്കാരം, ബലം, മതം, കാമം, ക്രോധം, കരുതൽ ധനം എന്നിവയെല്ലാം വെടിഞ്ഞ് ഒന്നിനോടും മമതയില്ലാതെ ശാന്തനായിരിക്കുന്നത് അവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹനാകുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ അർഹത എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? യോഗ്യതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അനുഷ്ഠിക്കുക, ഒരവസ്ഥയിലേക്ക് പ്രാപിക്കണം, അത് അനുഭവത്തിൽ എത്തണം. അപ്പോഴാ നമ്മൾ സ്വയമേവ ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തും. അർഹത ഏതൊരു മനുഷ്യനുമുണ്ട്. നൈഷ്കർമ്മ സിദ്ധി നേടിയവർക്കും അർഹതയുണ്ട്. സന്യാസം സ്വീകരിച്ചാലും അർഹതയുണ്ട്. പക്ഷെ അർഹത പോലും എന്താണെന്ന് ഇവിടെ ഭഗവാൻ പറയുകയാണ്. ഒന്ന്, വാസനാമാലിന്യം ലേശം പോലും ഇല്ലാതെ, ആധ്യാത്മികതയിൽ പോലും വാസനാമാലിന്യം ഇല്ലാതെ ബുദ്ധിയോടുകൂടി ധൈര്യത്താൽ മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അത് ഉണ്ടാക്കുന്ന വിഷയങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച്
വികാര വിചാരങ്ങളെ മുഴുവൻ അകറ്റി നിർത്തിക്കൊണ്ട് വിജനസ്ഥലത്തിരുന്ന അല്പാഹാരനും വാക്ക്, ശരീരം, മനസ്സ് എന്നിവയെ അടക്കിക്കൊണ്ട് മൗനിയായിരുന്നു കൊണ്ട് എന്നും ധ്യാനയോഗ നിഷ്ഠനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തോട് മാത്രം മറ്റു വിഷയങ്ങളിലെല്ലാം വൈരാഗ്യത്തെ മുറുകി പിടിച്ചുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന അഹങ്കാരം, ബലം, മതം, കാമം, ക്രോധം, കരുതൽ ധനം എന്നിവയെല്ലാം വെടിഞ്ഞ് ഒന്നിനോടും മമതയില്ല. അതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ സകലത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളായിക്കോട്ടെ, ഭൗതിക വസ്തുക്കളെ കരുതൽ ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മമതാബന്ധം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അടുത്ത് കരുതി വെക്കുക എന്നർത്ഥം. അത് ധനം, സ്വർണം, സമ്പത്ത് മാത്രമല്ല, ഏത് തരത്തിലുള്ള ഭൗതിക വിഷയങ്ങളും നമ്മുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയത് ആ വസ്തുക്കൾ കരുതി വെച്ചാൽ അതിനോട് അവയെല്ലാം ഉപേക്ഷിക്കണം എന്നർത്ഥം. എന്നിവയെല്ലാം വെടിഞ്ഞ് ഒന്നിനോടും മമതയില്ലാതെ ശാന്തനായിരിക്കുന്നവൻ അവൻ സ്വയമേവ ഈശ്വര സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹനാണ്. അത് പ്രാപിച്ചാലോ ബ്രഹ്മഭൂത പ്രസന്നാത്മാന ശോചതീന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മത് ഭക്തിയും ലഭതേ പര. ഈ ഒരു അവസ്ഥയിലേക്ക്, അർഹതയിലേക്ക് എത്തിയവന് സ്വയമേവ ബ്രഹ്മപ്രാപ്തിക്കുള്ള യോഗ്യത, സ്വയമേവ പരിണാമങ്ങൾക്ക് വിധേയമായി ഈശ്വരൻ തന്നിലേക്ക് സ്വയമേവ അവനെ, ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറഞ്ഞല്ലോ, എന്നെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ അവന് ഞാൻ അനുകമ്പയോടുകൂടി കൊടുക്കും എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മഭൂതനും ബ്രഹ്മത്തോട് ഏകീഭാവത്തെ സാക്ഷാത്കരിച്ചവൻ അഥവാ ഈ അർഹത നേടിയവൻ, പ്രസന്ന ചിത്തനുമായവൻ ഒന്നിലും ദുഃഖിക്കുന്നില്ല, ഒന്നിനെയും ആഗ്രഹിക്കുന്നുമില്ല. സകല ചരാചരങ്ങളിലും സമഭാവന ഉള്ളവനായിട്ട് പരമമായ എൻ്റെ ഭക്തിയെ നേടുന്നു. പരമമായ ഭക്തി നേടണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു അർഹത നമ്മൾ ആദ്യം നേടണം. അർഹതയിൽ നിന്ന് യോഗ്യതയിലേക്ക് എത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ആ ബുദ്ധിയോഗത്തിലേക്ക് തന്നെ എത്തപ്പെടുന്ന അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ അർഹതയിലേക്ക് എത്തണമെങ്കിൽ തന്നെ സാത്വിക ബുദ്ധി, സാത്വിക ജ്ഞാനം, സാത്വിക കർമ്മം, സാത്വിക ആഹാരം, യുക്താഹാരം, വിഹാരസയുക്ത രക്ഷസു കർമ്മസു എന്നൊക്കെ ഭഗവാൻ പറഞ്ഞോ. അല്പാഹാരനും എന്നൊക്കെ പറഞ്ഞല്ലോ. യുക്താഹാരം വിഹാരസ്യ യുക്ത ജ്യേഷ്ഠസു കർമ്മസു എന്നൊക്കെ, ഇതൊക്കെ കുറേശ്ശെ ആയിട്ട് ഇതിനു മുമ്പ് ഭഗവാൻ വിശദീകരിച്ച കാര്യം ഒന്നോടെ സംക്ഷിപ്തമായിട്ട് ഇവിടെ ചുരുക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപ്പറ്റി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. 6-ാം അധ്യായമൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ കടക്കുമ്പോൾ ഓരോ പടികളായിട്ടും 17-ാം അധ്യായം വരെ പറഞ്ഞതൊക്കെ ഇതിൻ്റെയൊക്കെ വിശദീകരണമാണെന്നർത്ഥം. അപ്പോൾ അർഹതയെ യോഗ്യതയായിട്ട് പരിവർത്തനം വരുത്തുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരുന്നതനുസരിച്ചുകൊണ്ട് തന്നെ പരിണാമങ്ങൾക്ക് വിധേയമായ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തും. അത്തരത്തിൽ ഒരു പക്വത വരുന്നയാൾ. അല്ലാതെ നിർബന്ധ ബുദ്ധിയാൽ മറ്റാരുടെങ്കിലും പ്രേരണ കൊണ്ടോ ഒന്നും നമുക്ക് ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധ്യമല്ല. മാർഗദർശനം അവർക്കൊക്കെ നൽകാൻ സാധിച്ചാൽ പോലും ശ്രേഷ്ഠനായ ഗുരുവിന് പോലും മാർഗദർശനമേ സാധിക്കൂ. ആ പദത്തിൽ കൊണ്ട് ഇരുത്താനൊന്നും സാധിക്കില്ല. അത് നമ്മൾ സ്വയം ഇരിക്കണം. അതിന് യോഗ്യത നേടണം. അർഹതയുണ്ട്, യോഗ്യത നമ്മൾ നേടിയെടുക്കണം എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥ ഭക്തി എന്താണെന്ന് കൂടെ ഇവിടെ പറയുകയാണ് ഭഗവാൻ. എൻ്റെ ഭക്തിയെ നേടണം. അതാണ് ഭഗവാനോട് ഭാഗവത അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭവേ ഭവ യഥാ ഭക്തിയും പാതയോസ്തവ ജായതേ തഥാ കുരുഷ ദേവേശ നാദസ്ത്വം യഥപ്രഭു നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖ സമനം തം നമാമി ഹരിപദം. ഈ ശാസ്ത്ര വിഷയങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിസ്സംഗഭാവത്തിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കുന്നവർക്ക് യഥാർത്ഥ ഭക്തി തന്നെ വന്നു ഭവിക്കും. അവർക്ക് പരിണാമങ്ങൾക്ക് വിധേയമായി സംഭവിക്കും. അത് ചിലപ്പോൾ ഈ ജന്മത്തിലാകാം, അടുത്ത ജന്മത്തിലാകാം. അന്ധകരണ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന അർത്ഥം. അപ്പോൾ പിന്നെ ഇതൊക്കെ എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കും. ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അതാണ് പെട്ടെന്ന് നമുക്ക് നാമസങ്കീർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ലളിതമായിട്ട് പറഞ്ഞാൽ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ട് നിത്യയുക്തമായിട്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമം ജപിക്കുന്ന ഒരു സാധാരണ ഭക്തന് പോലും ഈ ഒരവസ്ഥയിലേക്ക് ഭക്തി നേടാൻ സാധിക്കും, ഈശ്വരപ്രാപ്തിയും സാധിക്കും. പക്ഷേ അത് അടിയുറച്ചുകൊണ്ട് ജീവിതകാലത്തിൽ ഇത് തുടർന്നുകൊണ്ട് രാഹിത്യം നേടി ഈശ്വരനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിൻ്റെതായ ദോഷങ്ങളിലൂടെ കടന്നു വരേണ്ടി വരും. അപ്പൊ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. നമുക്ക് തന്നെ ഭക്തിയിലേക്ക് വരുമ്പോൾ തന്നെ പലവിധ ക്ലേശങ്ങൾ വരുമ്പോൾ പകുതി വഴിയിൽ ചിലപ്പോൾ ഉപേക്ഷിക്കും. നമുക്ക് തന്നെ ഒരു ചിന്താഗതി വരും, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ അത് കണ്ടാലും ചോദിക്കുകയും ചെയ്യും, നീ എന്തേ ഈശ്വരനെ ഇത്രയൊക്കെ വിചാരിച്ചു നടന്നിട്ട് പിന്നെ നിനക്ക് ഈ ദുഃഖം ഒഴിഞ്ഞിട്ടൊരു സമയമില്ല എന്ന്
പറയുമ്പോഴൊക്കെ നമ്മൾ പകുതി വഴിയിൽ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവരുന്നർത്ഥം. അപ്പൊ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിഷ്കളഭാവത്തിലെ നിഷ്കളങ്ക ഭക്തിയിലേക്ക് എത്തണം. അത് ഭഗവാനിൽ നിന്ന് നേടുക തന്നെ വേണം. അതിനെന്താ വേണ്ടത്? ബ്രഹ്മഭൂതനും ബ്രഹ്മത്തോട് ഏകീഭാവത്തെ സാക്ഷാത്കരിച്ചെന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞത് വാസനാമാലിന്യങ്ങൾ, ഇന്ദ്രിയ നിയന്ത്രണം, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തസ്ഥിതിയെ ഉണർത്തിക്കൊണ്ട് അനായാസന ജീവിതം നയിക്കാനുള്ള ആ പക്വത വരുന്നതാണ് ഇവിടെ ബ്രഹ്മഭൂത പ്രസന്നാത്മാ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് സദാസമയം പ്രസന്ന ചിത്തനായിരിക്കുക. സുഖം വന്നാലും ദുഃഖം വന്നാലും ലാഭം ഉണ്ടായാലും നഷ്ടമുണ്ടായാലും ഈ എന്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ നടന്നാലും അതിലൊന്നും പരിഭ്രമിക്കാതെ അവിടെയൊക്കെ പ്രസന്നചിത്തനായിക്കൊണ്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ എന്ന് പറഞ്ഞത്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള അർഹത എന്ന് പറയുന്നത് ഈ ഒരു പക്വതയാണ്. അത് നേടിക്കഴിഞ്ഞാൽ ആ പ്രസന്നചിത്തനായവൻ ഒന്നിലും ദുഃഖിക്കുന്നില്ല. എന്ത് തന്നെ സംഭവിച്ചാലും നാശോചിത് മർക്കസി, അവൻ എപ്പോഴും ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒന്നിനെയും ആഗ്രഹിക്കുന്നുമില്ല. സകല ചരാചരങ്ങളിൽ സമഭാവനയുള്ളവരായി എല്ലാത്തിനുള്ള ശക്തിയാണ് എല്ലാത്തിലും ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യഥാർത്ഥ പരമമായ ഭക്തിഭാവത്തിലേക്ക് എത്തുന്നർത്ഥം. അവൻ സ്വയം നേടുന്നു എന്നാ പറഞ്ഞു. അത് സ്വയം ഈ ഒരു പക്വത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പക്വത, നിഷ്കളങ്ക ഭാവം, എപ്പോഴും പ്രസന്നത നിലനിർത്താൻ നമുക്ക് സ്വയമേവ സാധിക്കും. അതാണ് ഭക്തിയുടെ ശ്രേഷ്ഠത. അതുകൊണ്ട് ഭക്തിയാം മാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. സകലതിനെയും പരമാത്മാവിൽ ദർശിക്കുന്ന പരമാത്മഭക്തി കൊണ്ട് ഞാൻ എങ്ങനെയുള്ളവനാണെന്നും ആരാണെന്നും പരമാർത്ഥമായിട്ട് അറിഞ്ഞിട്ട് പരമാത്മാവായ എന്നിൽ ചേർന്ന് ഏകീഭവിക്കുന്നു. അതായത് ഈ നിഷ്കള ഭക്തി നമുക്ക് ലഭിച്ചാൽ എന്ന് ലഭിക്കുന്നുവോ, അതായത് സകല ചരാചരങ്ങളും സമഭാവനയുള്ളവരായിട്ട് പരമമായ ഭഗവാനുമായിട്ടുള്ള ഭക്തി ലഭിച്ചാൽ പിന്നെ സ്വയമേവ സകലതിനെയും പരമാത്മാവിൽ ദർശിക്കുന്ന ആ ഭക്തൻ പരമമായ ഭക്തി കൊണ്ട് ഞാൻ, അതായത് ഈശ്വരൻ എങ്ങനെയുള്ളവനാണെന്നും ആരാണെന്നും പരമാർത്ഥമായിട്ട് സത്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവൻ സ്വയമേവ പരമാത്മാവായ എന്നിൽ ചേർന്ന് ഏകീഭവിക്കുന്നു. അവിടെയാണ് ഭക്തനും ഭഗവാനും ഒന്നാകുക. ജീവാത്മാ പരമാത്മാ ഐക്യം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ശിവശക്തി ഐക്യരൂപിണി എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു ഭാവത്തെയാണ്. ഭക്തനും ഭഗവാനും ഒന്നായി മാറുക. അവിടെ രണ്ടായിട്ട് കാണുന്ന പ്രശ്നമില്ല. ഭഗവാൻ തന്നെയാണ് ഭക്തൻ, ഭക്തൻ തന്നെയാണ് ഭഗവാനും. അവിടെ നമ്മൾ കുറച്ചു കാലത്തേക്ക് ഈ ക്ലേശങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഭഗവാന്റെ പിന്നാലെ പോകുന്നു. യഥാർത്ഥ ഭക്തിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ നമ്മുടെ പിന്നാലെ വരും. അതാണ് അതിന്റെ ശ്രേഷ്ഠത. അതായത് സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് സർവവ്യാപിയും സർവ അന്തർയാമിയുമാണെന്ന് അറിയുന്നതോടെ ബ്രഹ്മ ജീവാത്മ ഐക്യ അനുഭൂതി സിദ്ധിക്കും. ജീവാത്മാ പരമാത്മാ ഐക്യ അനുഭൂതി സ്വയം അനുഭവത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു എന്ന ശ്രുതിവചനം ഇവിടെ സ്മരിക്കുക. അതാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന മഹാവാക്യങ്ങളിലൊക്കെ ചെന്ന് അവസാനിക്കുന്നത്, വേദം പോലും പറയുന്നത് ഇത് തന്നെയാണെന്നർത്ഥം. അപ്പം അത് സ്വകർമാണ്യഭിസദ സർവകർമാണ്യഭിസദ കുർവണോ മത് വ്യഭാസത മത് പ്രസാദമാപ്നോതി ശാശ്വതം പദമഭ്യം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അതാണ് ശാശ്വതമായ പദം, പരമപദം എന്ന് പറയുന്നത്. സകല കർമ്മങ്ങളും എന്നെ ആശ്രയിക്കുന്നവനായിക്കൊണ്ട് അതായത് ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ചെയ്യുന്നവൻ എൻ്റെ അനുഗ്രഹത്താൽ നിത്യവും നാശരഹിതമായ പരമപദത്തെ പ്രാപിക്കുന്നു. അപ്പൊ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പരമപദ അവസ്ഥയെ നമ്മൾ അറിയണം, അനുഭവിച്ചറിയണം. അതിനെ സകല കർമ്മങ്ങളും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളായാലും വാക്കായാലും പ്രവൃത്തിയായാലും വേണ്ടില്ല, എല്ലാം ഈശ്വര അർപ്പിതമായിട്ട് യത് കരോഷി യസ്നാസി യജ്ജുകോഷി ദദാസി എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്. എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് ഈശ്വര വിചാരത്തോടുകൂടി ഈശ്വര സമർപ്പണമായിട്ട് ഞാനെന്ന കേമത്വം കാണിക്കാതെ അർപ്പണബോധത്തോടെ മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുന്ന, തനിക്ക് സുഖമുണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം തന്നെ അപരനുകൂടെ സുഖത്തെ ഉണ്ടാക്കി കൊടുത്തോട്ടെ. അത്തരത്തിൽ ഒരു മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയിൽ ഈ പരമപദ പ്രാപ്തിക്കുള്ള യോഗ്യതയൊക്കെ തന്നെ വന്നു ഭവിക്കും. അവൻ ഈശ്വര സാക്ഷാത്കാരം സ്വയമേവ വന്നു ഭവിക്കും. നമ്മുടെ ശുദ്ധീകരണമാണ്. അതായത് ഈ ഭക്തി മാർഗത്തിന്റെ ഒക്കെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കുക എന്നുള്ള, അല്ലാതെ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും കൊണ്ടൊന്നും ഈ
അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ഒരിക്കലും നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആ ശോചിത് മർക്കസിന്ന് 2-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈശ്വരൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹവും ശക്തികളായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ ഈശ്വരൻ തന്നെ ജീവനായിട്ട് നമ്മുടെ ശരീരത്തിന്റെ നാഥനായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് 3 തരത്തിലുള്ള ദുഃഖങ്ങളും 3 തരത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടാക്കി പരിഭ്രാന്തരായിട്ട് ചുറ്റിത്തിരിയുന്നത് ഭഗവാന്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഭഗവാനെ കുറ്റം പറയും, എന്റെ വിധിയാണിതെന്ന്. അപ്പൊ ഭഗവാൻ തന്നിട്ടുള്ള ശക്തികൾ എന്തെന്തൊക്കെ മനസ്സിലാക്കി അത് വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ നാശോചിത് മാർക്കസി, നമുക്ക് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ദുഃഖിക്കാൻ അർഹതയില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു? നമ്മൾ ഈശ്വരൻ തന്നിട്ടുള്ള അനുഗ്രഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ. മനുഷ്യ ശരീരത്ത് തന്നെ ഈശ്വര ശക്തി അടക്കമുള്ള 18 ശക്തികൾ നൽകിയിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഉണ്ടാകുന്നത്. കർമ്മങ്ങളൊന്നും ഭഗവാൻ സൃഷ്ടിച്ചതല്ല, നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ. അത് വാസനാബലത്താൽ നമ്മൾ പലവിധ മാലിന്യങ്ങളും വന്നു ചേരുന്നു. അത് ശുദ്ധീകരണം നടക്കണം എന്നർത്ഥം. അതിനാണ് യഥാർത്ഥ ഭക്തി. ഭക്തിയുടെ ഉദ്ദേശ ലക്ഷ്യം അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം ഉണ്ടാക്കുക. ആ അനുഭവം ഉണ്ടാക്കിയാൽ നമ്മൾ ഈ കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് നടക്കുന്നതാണ് നമുക്ക് ദുഃഖകേതുക്കൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അവിദ്യാദി ദോഷങ്ങളാണ് ആദ്യത്തെ സൃഷ്ടിയെങ്കിൽ അപ്പൊ ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വിവേചന ശക്തി കൊണ്ട് യൂട്ടിലൈസ് ചെയ്താൽ ഈ ശാശ്വതമായ പദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അതിന് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. അത് നിത്യ നൈമിത്യ കർമ്മങ്ങളിൽ പ്രകടമാകണം. പറഞ്ഞത് കൊണ്ടോ കേട്ടത് കൊണ്ടോ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടോ ഒന്നും ആയില്ല. നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും കൃത്യനിഷ്ഠയും ഭക്തിയും വിവേചന ശക്തിയും ദൃഢനിശ്ചയും ത്യാഗമനസ്ഥിതിയും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ അവസ്ഥയ്ക്ക് പരമപദ പ്രാപ്തിക്ക് യോഗ്യത തന്നെ വരും. അതിനുള്ള മാർഗദർശനമൊക്കെ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പം അതിനുള്ള മാർഗദർശനമൊക്കെ തന്നെയാണ് ഗീതാശാസ്ത്രമൊക്കെ വേണ്ട വിധത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇപ്പം പറഞ്ഞു തരാനും അതേപോലെയുള്ളവരെ, എന്നെ പോലെയുള്ളവർ അനേകം പേരുണ്ട്. ഒരു കാലത്തും ഇതൊന്നും നഷ്ടമായിട്ടില്ല, ഒരിക്കലും ഇല്ലാതെ ഇരുന്നിട്ടില്ല. കാരണം ഈശ്വരന്റെ വിചാരങ്ങളും ഈശ്വരന്റെ ഉദ്ദേശ ലക്ഷ്യവും എന്താണെന്ന് ഭഗവാൻ ശാസ്ത്രങ്ങളിലൂടെ വേദങ്ങളിലൂടെ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനാരെ കൊണ്ടെങ്കിലും നിമിത്തമാക്കിക്കൊണ്ട് നമ്മുടെ കാതുകളിൽ എത്തിക്കുന്നുണ്ട്. അതിലുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലുള്ള ശ്രേഷ്ഠന്മാർ നമ്മുടെ മുമ്പിൽ, ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒരു വായനശാല തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ഈ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ. പക്ഷെ ഇതൊന്നും വായിക്കാനും അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാലൊന്നും അതിനൊന്നും ഭഗവാന്റെ ഇടപെടലല്ല. അത് നമ്മൾ സമയമില്ല എന്ന് തീരുമാനിക്കും. 24 മണിക്കൂർ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ട് സമയമില്ല എന്ന് പറയുന്നത് തന്നെ ഗുരുവായൂരപ്പനെ നിന്ദിക്കില്ലാന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം കാലസ്വരൂപനാണ് ഭഗവാൻ. അത് നിമിഷ നേരം കൊണ്ട് നമ്മുടെ അടുത്ത് പ്രത്യക്ഷമാണ്, നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകും. സമയമില്ല എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകും, ഉണ്ടെന്ന് പറഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്താൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടതാണ്. നിഴൽ പോലെയുണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാതെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് പരിഭ്രാന്തരായിട്ട് ജീവിതം നയിച്ചാൽ അത് തന്നെ അതേ അവസ്ഥയിൽ തന്നെ വീണ്ടും വന്ന് ജനിച്ച് ഈ ഓടി പാച്ചിലും കൊണ്ട് സമാധാനം ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഈ പരമപദത്തെ അനായാസനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദുഃഖരഹിതമായിട്ട് ജീവിതം നയിക്കാൻ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് സാധിച്ചാൽ അത് പരമപദമാണ്, അതാണ് സ്വർഗം എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് ഇനിയും അതേപ്പറ്റി സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ശാസ്ത്രത്തെ യഥാവിധി വിചിന്തനം ചെയ്യണം. അതാണ് ഇനി ഭഗവാൻ ഇതിൽ സ്പഷ്ടമാക്കുന്നത് എന്നർത്ഥം. അപ്പൊ സകല കർമ്മങ്ങളും ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ചിന്തയായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, പ്രവൃത്തി ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്താൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രം വരും, പക്വത വരും. അത് നിത്യവും നാശരഹിതമായ പരമപദത്തെ അനുഭവിപ്പിക്കാനും ദുഃഖങ്ങളില്ലാതെ ജീവിക്കാനും ഹാപ്പിനെസ് നിലനിർത്താനും ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് അതിനുള്ള കർത്തവ്യ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് അന്ധക്കരണ ശുദ്ധി നേടണം. അത് അനുഭവജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ഈ പരമപദം അത് വിവേകമായിട്ട് അത് നമ്മൾ അടിയുറച്ച ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കും. അത് ഈശ്വരപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കും. സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നവനിൽ നിന്ന് താനെന്നും തൻ്റേതെന്നുള്ള ഭാവങ്ങൾ താനെ മാഞ്ഞു പോകും. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച ബ്രഹ്മ ആത്മ ഐക്യത്തെ ജ്ഞാന സാക്ഷാത്കാരത്തിൽ
അവ്യയമായ പരമപദത്തിനും അയാൾ എത്തിച്ചേരുകയും ചെയ്യും എന്ന് ഭഗവാൻ ഇവിടെ ചുരുക്കി പറഞ്ഞു. അപ്പൊ സർവകർമ്മങ്ങളും ഈശ്വരൻ ചിന്തിക്കുന്നതായിക്കോട്ടെ, പറയുന്നതായിട്ട്, പ്രവൃത്തി ആയിക്കോട്ടെ, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന ആ വ്യക്തിക്ക് സ്വയമേവ താനന്ദം തൻ്റേതെന്നുള്ള ഭാവങ്ങളൊക്കെ, ദ്വന്ദ്ഭാവമൊക്കെ ഇല്ലാതെ വരും. അത് സ്വയമേവ മാഞ്ഞു പോകും. അത് വിവരിച്ച് ബ്രഹ്മാത്മ ഐക്യ ജ്ഞാന സാക്ഷാത്കാരത്തിലും അവ്യയമായ പരമപദത്തിനും അയാൾ എത്തിച്ചേരുകയും ചെയ്യും എന്ന് ഇവിടെ ഭഗവാൻ ചുരുക്കി പറയുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഭക്തിയുടെ യഥാർത്ഥത്തിൽ ഉള്ള ലക്ഷ്യവും. ഈശ്വരനെ മനസ്സിലാക്കാനും ഈശ്വരീയമായ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരുവിധ ദുഃഖങ്ങളും ഇല്ലാതെ നാശോചിത് മർക്കസി എന്ന ജീവിതഭാവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം. അത് സാധിക്കും. ഈ ശാസ്ത്രത്തെ യഥാവിധി അനുസരിച്ചാൽ അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.